സമസ്ത എന്ന വലിയൊരു റോസാപ്പൂ തോട്ടം. സമസ്ത എന്ന ഒരു വലിയ റോസാപ്പൂ തോട്ടമുണ്ട്. ആ റോസാപ്പൂ തോട്ടത്തെ നമ്മൾ പരിപാലിക്കും. സ്വാഭാവികമാണ്, ഏതൊരു റോസാപ്പൂവിന്റെ അടിയിൽ മുള്ളുകൾ ഉണ്ടാവും. ഏതൊരു റോസാപ്പൂവിന്റെ അടിയിൽ മുള്ളുണ്ടാവും. നമ്മൾ ആ മുള്ളുകളെ അവഗണിച്ചുകൊണ്ട് സംസ്ഥയാവുന്ന ആ റോസാപ്പൂ തോട്ടത്തെ നമ്മൾ പരിരസിപ്പിക്കുക, അതിൻ്റെ സൗന്ദര്യത്തെ, അതിൻ്റെ സുഗന്ധത്തെ സമൂഹത്തിൽ പരിലസിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സംസ്ഥയുടെ സുഗന്ധത്തിൻ്റെ, സംസ്ഥ എന്ന ആ റോസാപ്പൂ തോട്ടത്തിൻ്റെ, പൂങ്കാവനത്തിൻ്റെ, റോസാപ്പൂ പൂങ്കാവനത്തിൻ്റെ പരിമളത്തെ നമ്മളായിട്ട് നശിപ്പിക്കരുത്. ആ സൗന്ദര്യത്തെ നമ്മളായിട്ട് കളങ്കപ്പെടുത്തരുത്. കാരണം നമ്മുടെ പൂർവികർ നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പകാലം തൊട്ട് നമ്മൾ കുട്ടികൾ വീട്ടിൽ കളിച്ച് നടക്കുമ്പോൾ, വീടിൻ്റെ അകത്തലങ്ങളിൽ ഓടി നടക്കുമ്പോൾ അവർക്കൊക്കെ ആ പരിമളം കിട്ടുന്നുണ്ട്. മദ്രസകളിൽ നിന്നും പഠിച്ച മുതിർന്നവരിൽ നിന്നും സമസ്തയുടെ പരിമളത്തെ ഓരോ കുട്ടിക്കും ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് കാലങ്ങളിലൂടെ നമുക്ക് നിലനിർത്തണം. ആ പരിമളത്തെ അപഹസിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ആരിലും ഉണ്ടായിക്കൂടാ. തെറ്റും വീഴ്ചകളൊക്കെ സംഭവിക്കും.